ഹലോ, ഇതെങ്കിൽ ട്രിവാൻഡ്രത്ത് അത്യാവശ്യം നല്ല വേനൽ മഴയുണ്ട്. ഇത് എൻ്റെ അടീനിയം ചെടികളൊക്കെ ഇങ്ങനെ മഴയിൽ കുളിച്ചിരിക്കുകയാണ്, ഒപ്പം ഞാനും നനഞ്ഞു നിൽക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ എൻ്റെ അടീനിയം ചട്ടികളെക്കുറിച്ച് പറയാനാണ്. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ അടീനിയം ചെടികളും വെച്ചിരിക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പോട്ടിലാണ്. അതായത് ഈ ടൈപ്പ് ഓഫ് പോട്ടിലാണ്. ഇത് പറഞ്ഞാൽ ഞാൻ ഫ്രീ ആക്കി എടുത്താണ്. ഇങ്ങനത്തെ ഒരു പോട്ടിലാണ് എൻ്റെ അടീനിയം ചെടികൾ ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അടീനിയവുമായിട്ട് ബന്ധപ്പെട്ട ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും അതിൻ്റെ താഴെ കുറേ പേര് വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, ഈ ചട്ടി എവിടെ നിന്ന് വാങ്ങിയത്, എന്താ ഇതിൻ്റെ സൈസ്, എന്താണ് ഇതിൻ്റെ വില ഒന്ന് പറയാവുന്നത്. അപ്പോൾ ആകാവുന്നത്ര കുറേ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. കുറേ പേർക്ക് ഞാൻ എന്താ പറയുക പേഴ്സണലായിട്ട് വിളിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എവിടെ നിന്നാണ് വാങ്ങിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും വേണ്ടി യൂസ്ഫുള്ളായിട്ട് ഒരു കാര്യം ചെയ്യാമെന്ന് വെച്ചാൽ ഈ ചട്ടികളെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് വാങ്ങിയത്, എന്താ ഇതിൻ്റെ സൈസ്, എന്താണ് ഇതിൻ്റെ വില, ഇതിൻ്റെ അഡ്വാൻറ്റേജ് എല്ലാം ചേർത്തൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതിനുശേഷം വന്ന സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ ആ പഴയ വീഡിയോയും കൂടെ ഒന്ന് ചേർക്കുകയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ അത് കണ്ടിട്ട് ആ പാർട്ടിയെ കോൺടാക്റ്റ് ചെയ്യുക. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണും കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് എൻ്റെ ചുറ്റും നോക്കിയാൽ അറിയാം ഒരുപാട് പോട്ട്സ്, ക്ലേ പോട്ട്സ്, മണ്ണുകൊണ്ടുള്ള സാധനങ്ങളാണ് കണ്ടോ. ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. എൻ്റെ വീഡിയോസ്, എൻ്റെ അടീനിയം വീഡിയോസ് കാണുന്ന പലരും, ഒരുപാട് പേര് നിങ്ങളെ കമൻറ്റ് ബോക്സ് കയറി നോക്കിയാൽ അറിയാൻ പറ്റും ഈ പോട്ട് എവിടെ നിന്ന് വാങ്ങി, ഈ പോട്ട് എവിടെ നിന്ന് വാങ്ങി എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടാവും. ഈ പോട്ടിൻ്റെ ഹൈറ്റ് എത്രയാണ്, ഈ പോട്ടിൻ്റെ വിഡ്ത്ത് എത്രയാണ്, കുറേ പേര്. അപ്പോൾ അന്നേരം അവരോട് ഞാൻ പറയാറുണ്ട്, ഒരു പ്രാവശ്യം ഞാൻ അവിടെ പോയിട്ട് വീഡിയോ ചെയ്യാം, നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറ്റിത്തരാമെന്ന്. ഇന്ന് ഞാൻ ആ സ്ഥലത്താണ് ഉള്ളത്. ശരിക്കും ഇത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയ്ക്കടുത്ത് തൊഴുക്കൽ എന്നൊരു സ്ഥലമുണ്ട്. ഈ തൊഴുക്കലിലാണ് ഈ സ്ഥലമുള്ളത്. തൊഴുക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെയ്യാറ്റിൻകര ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ, കാട്ടാക്കട റൂട്ടിൽ ഒരു 2 കിലോമീറ്റർ വന്നാൽ മതി. അവിടെയാണ് ഈ സ്ഥാപനം ഉള്ളത്. അതായത് ഇത് കൃഷ്ണ പോട്ടറി എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ പലവിധമായ സാധനങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ വന്നിട്ട് അടീനിയം ചട്ടികൾ വാങ്ങി തുടങ്ങിയതിന് ശേഷം ഇവിടുന്ന് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഈ ചട്ടി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഉള്ള ചട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുന്ന് മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. അവിടെ നിങ്ങൾ ഇത് തന്നെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പുറത്തോട്ട് പോയിട്ട് നമ്മുടെ ചട്ടി ഏതാണെന്ന് കാണാം. അതിനുശേഷം അകത്തോട്ട് നിന്നുകൊണ്ട് ഞാൻ കാണിക്കട്ടെ. കുറേ ഐറ്റംസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ദേ ഈ പോട്ടാണ് ഞാൻ അടീനിയം നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എവിടെ വെച്ചിരുന്നു ഈ ഒരു സെറ്റ്, ഈ ഒരു റോയിൽ കാണുന്ന ആ പോട്ടാണ്. കുറച്ച് അധികം ഉണ്ട്, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് പുറത്തേക്ക് എടുത്ത് വെച്ചതാട്ടോ. അപ്പോൾ എന്തായാലും ഇതിനെ 12 ഇഞ്ച് 12 ഇഞ്ചിൻ്റെ പോട്ടെന്നാണ് പറയുന്നത്. സീഡ് പോട്ട്, എൻ്റെ പേര് ശരിക്കും സീഡ് പോട്ട് എന്നാണ്. 12 ഇഞ്ച് ഇതിൻ്റെ വിഡ്ത്ത് 12 ഇഞ്ച് ഉണ്ടാവും. ഇതിൻ്റെ ഹൈറ്റ് 6 ഇഞ്ച്, 6 ഇഞ്ചായിരിക്കും ഹൈറ്റ്. അപ്പോൾ അറിയാൻ പറ്റും ശരിക്കും പെർഫെക്ഷൻ ഉണ്ട്, നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതിന് കുറച്ചും കൂടി താഴെ ഒരു സൈസ് ഉണ്ട്. നമുക്ക് ശരിക്കും അടീനിയം നടണമെങ്കിലും അതിനെ വളം ഇടണമെങ്കിലും ഒരു ബോൺസായി ടൈപ്പിൽ വളർത്താൻ ഈ ടൈപ്പാണ് ഞാൻ ശരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ അടീനിയം കണ്ടവർക്കറിയാം, വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാം ഇരിപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചട്ടി മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചട്ടി വാങ്ങുമ്പോൾ 12 ഇഞ്ച് തന്നെ പ്രിഫർ ചെയ്യുക. ഞാനും ഇവിടുന്ന് കുറേ ചട്ടികൾ വാങ്ങുന്നുണ്ട്. കാരണം എനിക്കും പോട്ട് മാറ്റാൻ തയ്യാറായിട്ട് കുറേ പ്ലാന്റ്സ്, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, സീഡ് മുളച്ചതും അല്ലാത്തതായ കുറേ പ്ലാന്റ്സ് ഇനിയും പോട്ട് മാറ്റാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു 10-15 ചട്ടികൾ ഞാനൊന്ന് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് ജസ്റ്റ് പോയിട്ട് ഇവിടെ വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ഇതിവിടെ നോക്കുകയാണെങ്കിലുണ്ടോ പലതരം ചട്ടികൾ. ഇതാ മീൻ ചട്ടി, ഇതാ മീനുണ്ടാക്കാൻ ബെസ്റ്റ് ചട്ടിയാണ്. പലതരം കൂജകൾ, ദേ ഗ്ലാസ്, മണ്ണിൻ്റെ ഗ്ലാസ്. ഞാനിവിടെ വന്നുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ കാണിക്കുന്നുള്ളൂ, ഇൻട്രസ്റ്റ് ഉള്ളവർ കാണൂ കേട്ടോ. ഇത് കണ്ടോ, ബെല്ല് പോലെയൊക്കെ ഉണ്ട്. ഇതിവിടെ നോക്കിയാൽ കുറേ ഐറ്റംസ് ഡിഫറെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞൊന്നറിയില്ല, ഇവർക്ക് ഓൺലൈൻ സെയിലൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് വാങ്ങുക നിവൃത്തിയുള്ളൂ. ഈ തൊഴുക്കൽ എന്ന സ്ഥലത്ത് വന്നിട്ട് ഇവർ വിളിച്ചാൽ മതി. ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വഴി ഇവർ പറഞ്ഞു തരും. തൊഴുക്കൽ ജംഗ്ഷനിൽ വന്നിട്ട് ഒരു ചെറിയ കട്ടുണ്ട്, ഒരു 1 കിലോമീറ്റർ ഉള്ളിലേക്ക് വരണം, ഒരു അമ്പലത്തിലേക്കുള്ള വഴി. അപ്പോൾ അവിടെ വരുമ്പോൾ ഈ സ്ഥാപനം കാണാൻ പറ്റും. വിളിച്ചാൽ മതി, നമ്പർ എന്നാലും ഞാൻ കൊടുത്തിരിക്കാം. ട്രിവാൻഡ്രം ജില്ലക്കാർക്ക് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ കേട്ടോ, ബാക്കിയുള്ളവർക്ക് ജസ്റ്റ് കാണാനേ പറ്റുള്ളൂ ഇതൊക്കെ. ഓക്കെ, ഇവിടെ അടപ്പുകൾ, നമ്മുടെ പാത്രത്തിൻ്റെ, നമ്മുടെ പഴയകാലത്തെ മൺകുടുക്ക. ഞാനൊക്കെ പണ്ട് കുറേ കാലം ഇതിൽ കാശ് കിട്ടുന്നതാണ്. ഇവിടെ പലതരം ഇൻഡോർ പോട്ട്സൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ. ഇത് കണ്ടോ, രസമുണ്ട്. ഇൻഡോർ പ്ലാന്റ്സൊക്കെ വയ്ക്കാൻ ബെസ്റ്റാണ്. ശരിക്കും ഫ്ലവർ ഡെക്കറേഷൻ ഉപയോഗിക്കും. ഇൻഡോർ പ്ലാന്റ്സിനെക്കാളും ഫ്ലവർ ഡെക്കറേഷനൊക്കെ ഉപയോഗിക്കുന്ന പോട്ട്സ് ആട്ടോ ഇത്. ഇവിടെയൊക്കെ കുറേ ഉണ്ട് വെറൈറ്റി സാധനങ്ങൾ കണ്ടോ. ഇതൊക്കെ അവരുടെ പണിയായുധങ്ങളാണ്. പിന്നെ പുറത്തേക്ക് വന്നാലും കുറേ സാധനങ്ങൾ കാണാൻ പറ്റും കേട്ടോ.
ഇത് നല്ല രസമുള്ള കുറേ മൺകൂജകൾ കാണാം അവിടെ. വലുതും ചെറുതും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഉണ്ടാക്കി വെച്ചതാട്ടോ, ചൂടാക്കി വെക്കാതെ ഉള്ള സെക്ഷനാണിത്. ഈ ഭാഗത്തുണ്ട് കുറേ സാധനങ്ങൾ. ഇതൊക്കെ ശരിക്കും നമ്മൾ ഇൻഡോർ ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ കേട്ടോ. അന്ന് പോളിഷ് വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. ഇതൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ബാക്കി എല്ലാവിധ ചെടിച്ചട്ടികളും ഓർക്കിഡ് ചട്ടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിവിടെ 1-2 സാധാരണ ഞാൻ കണ്ടിട്ടില്ലാത്ത ഐറ്റംസ് കണ്ടേ. നമുക്ക് പുള്ളിക്കാരായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം എന്താ സാധനമെന്ന്. ഇത് കണ്ടോ, 4 ഓപ്പണിങ്ങുള്ളൊരു കൂജ. ഇതിനെന്താ പറയുക? 4 വാൽക്കിണ്ടി. 4 വാൽക്കിണ്ടി എന്തിനാണ് ഉപയോഗിക്കണത്? ഓക്കെ ഓക്കെ, ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് വാങ്ങി പോകാറുണ്ട്. അമ്പലങ്ങളിലേക്ക് വാങ്ങണേ? ഞാൻ ആദ്യം കാണുക കേട്ടോ, 4 വാൽക്കിണ്ടി. ഓക്കെ, അതൊരു പുതിയ അറിവാണ്. ഇതൊക്കെ ശരിക്കും അമ്പലത്തിലാണോ വീട്ടിലൊക്കെ ഡെക്കറേഷൻ ഉപയോഗിക്കണോ? വീട്ടിലൊക്കെ ഉപയോഗിക്കും. വിളക്ക്. ഓക്കെ, ബാക്കിയെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് സാധാ ഗ്ലാസ് തന്നെ അല്ലേ? ഓക്കെ, ഇത് എവിടെ ഒരു സാധനം ഇരിപ്പുണ്ട് കേട്ടോ. അതെനിക്ക് മനസ്സിലായിട്ടില്ല എന്താണെന്ന്, അതും കൂടെ പറഞ്ഞോളൂ, ആർക്കെങ്കിലും യൂസ്ഫുൾ ആവട്ടെ. ഈ സാധനം കണ്ടോ, ഞാൻ ആദ്യം ഇത് ലവ് ബേർഡ്സിൻ്റെ കൂടാന്നൊക്കെ വിചാരിച്ചു. ഇതൊരു വലിയ സാധനം, ലവ് ബേർഡ്സിൻ്റെ മുട്ടയുടെ വെച്ച് കൊടുക്കാറുണ്ട്. ഇതെന്താ സാധനം? കൽക്കരി കുംഭം എന്ന് പറഞ്ഞാൽ ഇത് എത്ര വർഷത്തിലൊരിക്കലും ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓ, ഇതും ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് ഉപയോഗിക്കുക. കൽക്കരി, ഇതിനകത്ത് കൽക്കരി ഇടുക? ഇതിൽ വേറെ എന്തോ ആണോ, എനിക്കറിയില്ല കേട്ടോ, സോറി. തീർത്ഥം തന്നെ ഉപയോഗിക്കുന്നത്. ഇതിൽ അവരൊക്കെ പ്രത്യേകതയുണ്ട്. കൽക്കരി കുംഭം അല്ലേ? ഓക്കെ ഓക്കെ, ബാക്കിയൊക്കെ നമ്മൾ അറിയുന്ന സാധനങ്ങളാണ്. ഇങ്ങനെ പ്രത്യേകതകൾ വേറൊന്നുമില്ലല്ലോ ഇവിടെ ഇനി. ഓക്കെ, നല്ല താങ്ക് യു. ഇവിടെ ഉണ്ട് കുറേ അധികം ചട്ടികൾ കണ്ടോ, പല ടൈപ്പ് ഓഫ് ചട്ടികൾ കാണാൻ പറ്റും. ഇതാണ് നമ്മൾ സാധനം ഇവിടെ കുറേ ഇരിപ്പുണ്ട് കണ്ടോ, നമ്മുടെ സീഡ് പോട്ട് എന്ന് പറഞ്ഞ സാധനം. എന്നൊരു പേര് പറഞ്ഞുതരാം, 12 ഇഞ്ചിൻ്റെ സീഡ് പോട്ട്. ഇതിൻ്റെ 10 ഇഞ്ചിൻ്റെ ഞാൻ കാണിച്ചു തരാം, ഇവിടെ കണ്ട് ഇരിപ്പുണ്ടായിരുന്നു. 10 ഇഞ്ച് ഇതാണ്ടോ, ഇത് അതിൻ്റെ തന്നെ കുറച്ചുകൂടെ ചെറുതാണ്. ഇത് 10 ഇഞ്ചിൻ്റെയാണ്. ഞാൻ ശരിക്കും സജസ്റ്റ് ചെയ്യുന്ന 12 കേട്ടോ, അത്യാവശ്യം വളമൊക്കെ ഇടാനും. ഇതൊക്കെ 10 ഇഞ്ചിൻ്റെയാണ്. എന്തായാലും ഞാൻ കുറച്ച് വാങ്ങുമെന്ന് പറഞ്ഞല്ലോ, നമുക്ക് പുറത്തോട്ട് പോയിട്ട് പർച്ചേസ് ചെയ്യാം കുറച്ച്. 5 വാങ്ങേണ്ട പരിപാടി കേട്ടോ. ഇതിൽ ഒരെണ്ണത്തിൻ്റെ വില 120 രൂപയെന്നാണ് പറഞ്ഞത്. നമ്മളിത് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ 200 രൂപ വരെ ഞാൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത്രയ്ക്ക് വിലയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇവിടെ 120 രൂപയ്ക്ക് അവൈലബിൾ ആട്ടോ. ഒരു 15 വേണം എനിക്ക്. ഇതെവിടുത്തെ ആൾ കേട്ടോ, നല്ലത് നോക്കി എടുക്കണേ. ഇത് വേണ്ട, ഞാൻ എടുക്കുമ്പോഴും നല്ല ഷേപ്പുള്ള നോക്കി എടുക്കാം കേട്ടോ. ഇവിടുത്തെ അത്യാവശ്യം ഷേപ്പുള്ളതൊക്കെ കഴിഞ്ഞു. ഞാൻ അകത്ത് പോയി കുറച്ച് എടുക്കേണ്ട പരിപാടി കേട്ടോ. എൻ്റെ കാർ എന്തായാലും ഇതിനു വേണ്ടിയുള്ള കാറാണ് കേട്ടോ. ഫുൾ എൻ്റെ ഗാർഡനിങ് പരിപാടിയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യും എന്നെ കൂടെ കേട്ടോ. കുറേ മണ്ണും പൊടിയും കാറിൻ്റെ ഡിക്കിയിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. ഞാൻ മണ്ണും വളവും ഒക്കെ കൊണ്ടുവരുന്ന എൻ്റെ കാറിലാണ്. അപ്പോൾ നമ്മുടെ ചട്ടികളെല്ലാം നമ്മൾ ഡിക്കിയിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ്. എനിവേ എനിക്ക് ചട്ടി വാങ്ങണമായിരുന്നു, അപ്പോൾ ഒരു വീഡിയോ ആക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത് എല്ലാവരുടെയും ക്വസ്റ്റ്യൻസിന് ഉള്ള റിപ്ലൈ ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇനിയും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ റിപ്ലൈ തരാം, പ്രശ്നമൊന്നുമില്ല. എന്നാലും ഇഷ്ടമായി തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.